ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനുകളുമായിട്ട് നമുക്കൊന്ന് പോകാം. ഫെബ്രുവരി 12, 2025 ഫെബ്രുവരി 12 പ്രധാനപ്പെട്ട ടോപ്പായിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ന്യൂസിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണെന്നുള്ളത് ആർ വെങ്കിട്ടരമണിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി. ആർ വെങ്കിട്ടരമണിയാണ് നമ്മുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഇന്നത്തെ പത്രത്തിലൊരു ന്യൂസ് ആയിരുന്നു, ഫ്രഞ്ച് സഹകരണത്തോടെ ആണവ റിയാക്ടറുകൾ. അപ്പോൾ നമ്മുടെ ഒരു പി എസ് സിയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെ ആയിരിക്കും ആണവ റിയാക്ടറുകൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചതെന്നുള്ളത്. നെക്സ്റ്റ് അത് ഫ്രഞ്ച് സഹകരണത്തോടെയാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് വേറൊരു ക്വസ്റ്റ്യനോട് പ്രതീക്ഷിക്കാൻ നമ്മുടെ ഫ്രഞ്ച് പ്രസിഡൻറ്റിൻ്റെ പേര് ഇമാനുവൽ മാക്രോ. 2 ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും ഈ ഒരു ന്യൂസിൽ നിന്ന്. ഒന്ന്, ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്? ഫ്രഞ്ച് പ്രസിഡൻറ്റ്. നമ്മുടെ ഇപ്പോഴത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ആരാണ്? ഇമാനുവൽ മാക്രോ. ഇമാനുവൽ മാക്രോ. ഇവിടുത്തെ 2 ക്വസ്റ്റ്യൻസുകളാണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയും ഫ്രാൻസും കൂടെ ചേർന്നാണ് ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാനായിട്ട് പദ്ധതി എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോണിയെ സന്ദർശിക്കുകയും അതുപോലെ ചെറു മോഡലുകൾ റിയാക്ടറുകൾ SMR എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. SMR അഡ്വാൻസ്ഡ് മോഡുലാർ റിയാക്ടറുകളാണ്. ചെറിയ സ്മാൾ മോഡുലാർ റിയാക്ടറുകളുണ്ട്, അതാണ് SMR. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് മോഡുലാർ റിയാക്ടറുകളുണ്ട് AMR. ഇത് രണ്ടുമാണ് നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് ആണവ റിയാക്ടറുകളാണ് നിർമ്മിക്കുക. ഏതൊക്കെ ടൈപ്പ് ആണവ റിയാക്ടറുകളാണ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് എന്ന് ചോദിച്ചാൽ SMRഉം AMRഉം. SMR എന്ന് പറഞ്ഞാൽ സ്മാൾ മോഡുലാർ റിയാക്ടറും AMR എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് മോഡുലാർ റിയാക്ടറുകളുമാണ്. ഇവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്, 2 ന്യൂക്ലിയർ റിയാക്ടറുകളുടെ പേരുകൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഫ്രഞ്ച് അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളുടെയും ആണവോർജ്ജ വിദഗ്ധരുടെ സംയുക്ത പരിശീലനത്തിന് വേണ്ടി 2 രാജ്യങ്ങളുടെ ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും ആണവോർജ്ജ വിദഗ്ധരുടെ സംയുക്ത പരിശീലനത്തിന് വേണ്ടി ഇന്ത്യ ഫ്രഞ്ച് സെൻറ്റർ ഫോർ ദി ഡിജിറ്റൽ സയൻസ് ആരംഭിക്കാനായിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ 2 രാജ്യങ്ങളുടെയും ആണവോർജ്ജ വിദഗ്ധരുടെ സംയുക്ത പരിശീലനത്തിനായിട്ട് ഉള്ള പദ്ധതി എന്താണെന്ന് വെച്ചാൽ സെൻറ്റർ ഫോർ ദി ഡിജിറ്റൽ സയൻസ്. അതുപോലെ തന്നെ അവരുടെ ഗവേഷണ സ്ഥാപനത്തിൻ്റെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പും ഫ്രഞ്ച് ഗവേഷണ സ്ഥാപനമായ INRIA. അപ്പം നമുക്ക് PSC മിക്കവാറും ഓപ്ഷനിൽ കാണും ചില ഗവേഷണ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ 2 ചേരുംപടിയായിട്ട് A, B എന്ന് പറയുന്ന ഓപ്ഷൻ തന്നിട്ട് പല രാജ്യങ്ങളുടെയും ഗവേഷണ സ്ഥാപനങ്ങളും പിന്നെ രാജ്യങ്ങളും വെച്ച് ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാം. അപ്പോൾ അവിടെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഒന്ന് ISRO ഇന്ത്യയുടെയാണ്. അതുപോലെ തന്നെ INRIA എന്ന് പറയുന്നത് ഗവേഷണ സ്ഥാപനം ഏത് രാജ്യത്തിൻ്റെയാണ്? ഫ്രാൻസിൻ്റെയാണ്. INRI എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ഗവേഷണ സ്ഥാപനമാണ്. അവിടെ നിന്ന് ആ ഒരു PSCയുടെ ഒക്കെ ഒരു ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് അതുപോലെ തന്നെ ഫ്രഞ്ചിൻ്റെ അവരുടെ ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതിയാണ് ഫ്രഞ്ച് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഫ്രഞ്ച് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന ഒരു പദ്ധതി. ആ ഒരു പദ്ധതിയുടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പദ്ധതിയിലൂടെ 10 ഇന്ത്യൻ നവസംരംഭങ്ങൾക്കും അവസരം നൽകും. ഫ്രഞ്ച് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് ഈ ഒരൊറ്റ ന്യൂസിൽ നിന്ന്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ. പിന്നെ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാൻ ധാരണയായിട്ടുള്ളത്? ഫ്രഞ്ച്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആണവ റിയാക്ടറുകളുടെ പേരുകൾ ഏതൊക്കെയാണ്? SMRഉം AMRഉം. SMR എന്ന് പറഞ്ഞാൽ സ്മാൾ മോഡുലാർ റിയാക്ടറും AMR എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് മോഡുലാർ റിയാക്ടറുകളും. അതിനുശേഷം അടുത്തതാണ് നമ്മുടെ ഇന്ത്യയും ഫ്രാൻസും കൂടെ 2 രാജ്യത്തിൻ്റെയും ആണവ ഗവേഷണ സ്ഥാപനങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ അവരുടെ പരിശീലനത്തിനായിട്ട് ഉള്ള ഒരു സ്ഥാപനം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഫ്രഞ്ച് സെൻറ്റർ ഫോർ ദി ഡിജിറ്റൽ സയൻസ് എന്ന് പറയുന്ന സംയുക്ത പരിശീലനത്തിൻ്റെ പേരാണ് ഇന്ത്യ ഫ്രഞ്ച് സെൻറ്റർ ഫോർ ദി ഡിജിറ്റൽ സയൻസ്. അതും ആരംഭിക്കാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഗവേഷണ സ്ഥാപനമാണ് INRIA. ഇന്ത്യയുടെ ISROയും. നെക്സ്റ്റ് അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പദ്ധതിയാണ് ഫ്രഞ്ച് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ. ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണ്. അത് കറണ്ട് അഫയേഴ്സ് അല്ല, നമുക്ക് ചരിത്രവുമായിട്ട് ബന്ധിക്കാൻ പറ്റുന്നതാണ്. VD സവർക്കറിനെ പറ്റി ഒരു നോട്ടാണ്. അപ്പോൾ അടുത്ത PSCക്ക് ചിലപ്പോൾ VD സവർക്കറിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വേണം PSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ VD സവർക്കർ ഇന്ത്യയിൽ വിചാരണയ്ക്കായിട്ട് ബ്രിട്ടീഷ് കപ്പലിൽ കൊണ്ടുപോകുമ്പോഴാണ് 1910 ജൂലൈ 8 സവർക്കർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അപ്പോൾ പാരീസിൽ മാഴ്സേ നഗരത്തിൽ വെച്ച് VD സവർക്കർ. അപ്പോൾ പാരീസിലെ മാഴ്സേ നഗരം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനയായിട്ട് ബന്ധപ്പെട്ടതാണ് ചോദിച്ചാൽ അത് VD സവർക്കറാണ്. അപ്പോൾ അവിടെ വെച്ചാണ് അദ്ദേഹം 1910 ജൂലൈ 8 ബ്രിട്ടീഷ് കപ്പൽ കൊണ്ടുപോകുമ്പോഴാണ് അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഫ്രഞ്ച് അധികൃതർ പിടികൂടുകയും അവർ ബ്രിട്ടീഷുകാർക്ക് കൈമാറുകയും ചെയ്തു. അപ്പം അതുപോലെ തന്നെ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ സ്മാരകം മസാർഗസ് സെമിത്തേരി. അവിടെ വെച്ച് 205 ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. മസാർഗസ് സെമിത്തേരി 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ സ്മാരകമാണ്.
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രാൻസ് കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച, അതായത് ഫ്രാൻസിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടി ഫ്രാൻസ് അവതരിപ്പിച്ച ഒരു പദ്ധതിയുണ്ട്. പദ്ധതിയുടെ പേരെന്താണ്? ഇൻ്റർനാഷണൽ ക്ലാസ്സസ് എന്നാണ്. ആ ഒരു പദ്ധതിയുടെ എന്താണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാനായിട്ട് അതിന് ഫ്രഞ്ച് ഭാഷാ പരിശീലനം നൽകി ഫ്രാൻസിലെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതാണ് പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ക്ലാസ്സസ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നെക്സ്റ്റ്, ആനകൾക്ക് റേഡിയോ കോളറും റെയിൽ ബാരിക്കേഡും ഏർപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വനംവകുപ്പ് പുറത്തിറക്കിയ ഒരു പദ്ധതിയാണ്. അത് ഏത് വന്യജീവി സങ്കേതത്തിലാണെന്ന് വെച്ചാൽ കർണാടകയിലെ ബന്ദിപ്പൂരിലും നാഗർഹോള വന്യജീവി, ഈ 2 വന്യജീവി സങ്കേതത്തിലാണ് ആദ്യമായിട്ട് ആനകൾക്ക് റേഡിയോ കോളർ റെയിൽ ബാരിക്കേഡ് വനംവകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി വനംവകുപ്പ് ആനകൾക്ക് റേഡിയോ കോളർ റെയിൽ ബാരിക്കേഡ് എന്നിവ ഉപയോഗിക്കുന്നതിനായിട്ട് വനംവകുപ്പ് പുറത്തിറക്കിയ ഏത് വന്യജീവി സങ്കേതത്തിലാണെന്ന് ചോദിച്ചാൽ കർണാടകയിലെ ബന്ദിപ്പൂരിലും നാഗർഹോള വന്യജീവി സങ്കേതത്തിലാണ്. ഓക്കെ, ഇതൊരു കറണ്ട് അഫയേഴ്സാണ്. അതുപോലെ തന്നെ ബന്ദിപ്പൂർ, നാഗർഹോള ഈ 2 വന്യജീവി സങ്കേതങ്ങളും ഏത് സ്റ്റേറ്റിലാണെന്ന് വെച്ചാൽ അത് കർണാടക. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് 2-3 ക്വസ്റ്റ്യൻസുകൾ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ്, വന്യജീവി ആക്രമണം നിയന്ത്രിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടി 10 കർമ്മ പദ്ധതികളുമായിട്ട് കേരള വനം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പദ്ധതിയുടെ പേര് മിഷൻ എന്ന പേരിലാണ്. ഓക്കെ, മിഷൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. കേരള വനം വകുപ്പിൻ്റെ മിഷൻ എന്ന പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ വന്യജീവി ആക്രമണം നിയന്ത്രിക്കുന്നതിനും ലഘൂകരിക്കുന്നതിനും വേണ്ടി 10 കർമ്മ പദ്ധതികളാണ്. ഓക്കെ, ഇനി നമ്മുടെ വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലാണ്. വനം മേധാവി ഗംഗാ സിംഗ്. ഇനി ഈയിടെയായിട്ട് ബോട്ടിലെത്തുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വ അപേക്ഷ തള്ളാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനാണ്. ഓക്കെ, ബ്രിട്ടനാണ് ബോട്ടിലെത്തുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വ അപേക്ഷ തള്ളാനായിട്ട് തീരുമാനിച്ച രാജ്യം. നെക്സ്റ്റ്, പൗരത്വമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കറണ്ട് അഫയേഴ്സാണ്. ഒമാൻ പൗരത്വം ലഭിക്കണമെങ്കിൽ അറബിക് അറിയണം. അപ്പോൾ പൗരത്വം ലഭിക്കാൻ അറബിക് അറിയണമെന്ന് തീരുമാനിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒമാനാണ്. ഓക്കെ, പൗരത്വം അറിയാനായിട്ട് അറബിക് അറിയണമെന്ന് നിർബന്ധം പിടിച്ച, അല്ലെങ്കിൽ അറബിക്ക് അറിയാമെങ്കിൽ വായിക്കാനും എഴുതാനും അറിയാമെങ്കിൽ മാത്രമേ അവർക്ക് പൗരത്വം ലഭിക്കൂ എന്ന് നിഷ്കർഷിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒമാനാണ്. പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് 2 കറണ്ട് അഫയേഴ്സാണ്. നെക്സ്റ്റ്, നമ്മുടെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആരാണെന്നുള്ളത്. ഇപ്പോഴത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റാണ് അബ്ദുല്ല ഫത്താ അൽ സിസി. ഓക്കെ, അബ്ദുല്ല ഫത്താ അൽ സിസിയാണ് ഇപ്പോഴത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുല്ല ഫത്താ അൽ സിസി. നെക്സ്റ്റ്, ജോർദാൻ്റെ രാജാവ്. ജോർദാൻ ഇപ്പം ഗാസയിലെ ഈ ഇറാനിലും ഹമാസും ഗാസയും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പം ജോർദാനിലെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കറണ്ട് അഫയേഴ്സാണ്. ജോർദാൻ്റെ രാജാവിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. ഓക്കെ, അബ്ദുള്ള രാജാവാണ് ജോർദാൻ്റെ രാജാവ്. നെക്സ്റ്റ്, നമുക്കറിയാം നമ്മുടെ അയോധ്യയിലാണ് രാമക്ഷേത്രം. അപ്പോൾ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ടായിരുന്നു. രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയായ മഹൻ സത്യേന്ദ്രദാസ് അന്തരിച്ചു. അപ്പോൾ ഈ ഇടയായിട്ട് അന്തരിച്ച, അല്ലെങ്കിൽ ഈ വർഷം 2025 അന്തരിച്ച അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ മഹൻ സത്യേന്ദ്രദാസ് ആണ്. ഓക്കെ, മഹൻ സത്യേന്ദ്രദാസ് ആണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ കറണ്ട് അഫയേഴ്സുകൾ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻസുകൾ ചോദ്യവും ആൻസറുമായിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കത് നോക്കിയെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അത് ഒരു പേപ്പറിലേക്ക് എഴുതിയെടുത്തിട്ട് പഠിക്കുക. ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് എഴുതിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. മിക്കവാറുള്ള എല്ലാ ദിവസത്തെയും ടോപ്പായിട്ടുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്താൻ ഞാൻ നോക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ഫെബ്രുവരി 13 എന്ന് പറയുന്നത് ദേശീയ റേഡിയോ ദിനമാണ്. ഓക്കെ, ദേശീയ റേഡിയോ ദിനം എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി 13. നെക്സ്റ്റ്, നമ്മുടെ മുൻ ISROയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ S സ്വാമിനാഥൻ. അദ്ദേഹത്തിന് US നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് അംഗത്വം ലഭിച്ചു. അപ്പം ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഈ വർഷം US നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് അംഗത്വം ലഭിച്ച മുൻകാല ISRO ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് S സ്വാമിനാഥനാണ്. ഓക്കെ, നെക്സ്റ്റ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ISL ഫുട്ബോളിലെ വിജയം ഗോവയ്ക്കാണ്. ഓക്കെ, ഗോവയാണ് വിജയം. ISL ഫുട്ബോളിൻ്റെ വിജയം ഗോവയ്ക്കാണ്. നെക്സ്റ്റ്, ദേശീയ ഗെയിംസുമായിട്ടാണ്. നമ്മുടെ ദേശീയ ഗെയിംസ് മെഡൽ പട്ടികയാണ്. ദേശീയ ഗെയിംസിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് സർവീസസ് ആണ്. 59 സ്വർണ്ണവുമായിട്ട് സർവീസസ് ആണ്. രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് ഹരിയാന. 11ാം സ്ഥാനമാണ് കേരളത്തിന് 11ാം സ്ഥാനമാണ്. 13 സ്വർണ്ണമാണ്. അപ്പോൾ ഒന്നാമതെത്തിയിരിക്കുന്നത് സർവീസസ് ആണ്. 59 സ്വർണ്ണവുമായിട്ട് സർവീസസ്. രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് ഹരിയാന. കേരളത്തിൻ്റെ സ്ഥാനം 11. അപ്പോൾ ഇത് ഇന്നത്തെ ഇതാണ് 11ാം സ്ഥാനം. അത് മാറി വരാം. റീസെൻ്റ് കാര്യങ്ങളൊന്നും അറിയാനുണ്ട്. ദേശീയ ഗെയിംസ് നടക്കുന്നത് 38ാമത്തെ ദേശീയ ഗെയിംസാണ് 2025 നടക്കുന്നത്. അത് ഉത്തരാഖണ്ഡിലാണ്. അതിൻ്റെ ആപ്തവാക്യം എന്ന് വെച്ചാൽ സങ്കല്പ് സേ ശിഖർ എന്നാണ്. ഈ പ്രാവശ്യത്തെ നമ്മുടെ ദേശീയ ഗെയിംസിൻ്റെ ആപ്തവാക്യം എന്താണ്? സങ്കല്പ് സേ ശിഖർ എന്നാണ്. പ്രതിജ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ലക്ഷ്യ സെൻ ആണ്. ഇനി നടക്കുന്ന വേദി ഏതാണ്? നമുക്കറിയാം ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം റായ്പൂർ ഡെറാഡൂണിലാണ് ഈ വർഷത്തെ ദേശീയ ഗെയിംസ് നടക്കുന്നത്. 38ാമത്തെ ദേശീയ ഗെയിംസ്. നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം
അപ്പോൾ പ്രധാനപ്പെട്ട ദേശീയ ഗെയിംസുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് ടോപ്പായിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ. ഓക്കെ, ആൻഡ് താങ്ക് യു.